എങ്ങോട്ടാ? ഞാനെന്ത് ബാങ്ക് വരെ. ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം. ഒരു ലോൺ എടുത്ത് സ്വന്തം കാശ് കൊണ്ട് പഠിക്കണം. ഇനി എങ്ങനെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക എനിക്ക് താല്പര്യമില്ല. എന്തു പറ്റി ഇങ്ങനൊരു മനംമാറ്റം വരാൻ? ഫീസ് അടയ്ക്കാൻ അച്ഛൻ തന്ന കാശുകൊണ്ട് നീ മിഠായി വാങ്ങിക്കാണല്ലേ? ആ കാശുകൊണ്ട് ഞാൻ ഡുണ്ടുവാളക്ക് ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. ഇനി ഫീസ് അടയ്ക്കാൻ നിവർത്തിയുള്ള മോനെ. ഹോ, നിന്റെ ഒരു കാര്യം അല്ലടാ. ബാങ്കിലേക്ക് അതിലേ പോണ്ടത്, നീ എന്താ ഇതിലേ പോകുന്നത്? ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ടിൻഡു ആരാ മോൻ? ഹോ, ഇവനൊരു സംഭവം തന്നെ. നാട്ടിലെ എല്ലാ ഊടുവഴികളും അവനറിയാം. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ, തിരിച്ചു പോയാലോ? അല്ലേ വേണ്ട, ആ ചിഞ്ചു കണ്ട സകല ഇമേജും പോവും. ദൈവമേ കാത്തോളണേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, വെള്ളത്തിൽ വീണേ, അയ്യോ രക്ഷിക്കണേ. മോനെ 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 മോനൊന്നും പറ്റിയില്ലല്ലോ? താനാണോ എന്നെ രക്ഷിച്ചത്? അതെ, ഞാനാ മോനെ രക്ഷപ്പെടുത്തിയത്. എങ്കി പറയടോ, എന്റെ ഒരു ഷൂ എവിടെ? എടോ, ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത. ഏതായാലും വെള്ളത്തിൽ ചാടി. എങ്കി പിന്നെ ആ ഷൂ കൂടി എടുത്തു തന്ന എന്തായിരുന്നു? എവിടുന്ന് വന്നടാ ഇവൻ? ഇക്കാലത്ത് ഒരുത്തനെ സഹായിക്കരുതെന്ന് പറയുന്ന ഇതാ. നിനക്ക് എന്തു പറ്റി? എങ്ങനെയാ നീ വെള്ളത്തിൽ വീണത്? പുല്ലേ, വെള്ളത്തിൽ വീണിട്ടൊരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. ഇനി എങ്ങനെയാ വീണത് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീടും ചാടണോ? ഒന്നവിടെ തന്നാലുണ്ടല്ലോ. ആരെ കാണാനാ? ആരെയാ കാണേണ്ടതെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വിളിച്ചു കാണിച്ചു തരും കേട്ടോ. എനിക്ക് ദൈവത്തെ കാണണം. എന്താ കാണിച്ചു തരൂ? എടോ, എനിക്ക് മാനേജറെ കാണാനാ. ഞാൻ മൂപ്പരുടെ സ്വന്തം ആളാ. മേ കമ്മിങ്? യെസ്. എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം സാർ. മോനെന്താ വെള്ളത്തിൽ വീണോ? ഏയ് അല്ലല്ല, കുളിച്ചിട്ട് തല ഓർത്താൻ സമയം കിട്ടിയില്ല. പഠിക്കുന്ന തിരക്കിലായിരുന്നു. വെരി ഗുഡ്. മോനെ പോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ലോൺ കൊടുക്കുന്നത്, അറിയോ? അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ലോൺ തരണ്ട. നല്ല മനസ്സോടെ ആണെങ്കിൽ മാത്രം മതി. അയ്യോ മോനെ, അതല്ല, പലിശ ഇല്ലാതെ തരാമെന്നാ പറഞ്ഞത്. പക്ഷേ അതിന് സെക്യൂരിറ്റി വേണം. മോൻ പഠിച്ചില്ലേലും ബാങ്കിന് കാശ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഇവിടെ വാദിക്ക ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അയാള് പോരെ? അയ്യോ, ഈ ചെക്കനെ കൊണ്ടിത്. ആ സെക്യൂരിറ്റി അല്ല മോനെ. മോന് ബാങ്ക് തരുന്ന കാശിന് സ്വന്തം ജാമ്യമോ അല്ലെങ്കിൽ ആൾ ജാമ്യമോ വേണം. സ്വത്ത് അതില്ല, പിന്നെ ആൾ ജാമ്യം. അത് സാറ് തന്നെ എനിക്ക് പോരെ? മോനെ, അതിന് നമ്മൾ തമ്മിൽ യാതൊരു പരിചയവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ ജാമ്യം നിൽക്കുക? ഓ, അത്രയുള്ളൂ. എന്നാ നമുക്ക് പരിചയപ്പെടാം. ഞാൻ 4ാം ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഹൗസ് നമ്പർ 10, ഗാന്ധിനഗർ കോളനി. ഇനി സാറിന്റെ പേരും അഡ്രസ്സും പറ. മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. ഇത്രയും കാലം നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കായിരുന്നു ചെലവ്. മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ. ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞാ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല.
ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചുകൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം, മുത്തശ്ശ ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായി എന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. രണ്ടുപേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി. ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ എടാ ടിൻഡു, നീ എന്താ ഇന്ന് സ്കൂളിൽ വരാതിരുന്നത്? ഒന്നും പറയണ്ട. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതല് ഭയങ്കര തലവേദന ഉള്ളതുപോലെ ഒരു തോന്നൽ. എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചോ? എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്? തലവേദന ഉള്ളതുപോലെ ഒരു തോന്നലല്ലേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തോന്നുമ്പോ ഡോക്ടറെ കാണാൻ പറ്റുമോ? അപ്പൊ ക്ലാസ്സിൽ വരാതിരിക്കാനുള്ള അടവായിരുന്നല്ലേ? നിനക്ക് മിസ്സായി മോനെ. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഫുള്ള് ഗെയിംസും കളിയും ഒക്കെ. ഇന്ന് നല്ല ദിവസമായിരുന്നു. ഇതൊക്കെ എന്ത് സുഖം. ശരിക്കുള്ള സുഖം എന്തേ ഇതൊന്നല്ല. ടിൻഡു, നിനക്ക് അങ്ങേയറ്റം സുഖം കിട്ടുന്ന കാര്യം പിന്നെ എന്താ? അതോ, രാവിലെ 8 മണിക്ക് ഉണരാൻ വേണ്ടി നമ്മൾ അലാറം വെച്ച് കിടക്കും. എന്നിട്ട് അലാറം ഇങ്ങനെ കിടികിടികിടീന്നടിക്കും. അപ്പൊ അലാറം ഓഫ് ചെയ്ത് പിന്നെ മൂടി പൊതച്ച് അങ്ങോട്ട് കിടന്നുറങ്ങും. ഓഹോ, അപ്പൊ അലാറം ഓഫ് ചെയ്ത് കിടന്നുറങ്ങുന്നതാണല്ലേ ഏറ്റവും സുഖമുള്ള കാര്യം? ഏറ്റവും സുഖമുള്ള കാര്യം അതൊന്നല്ല. അങ്ങനെ മൂടി പൊതച്ച് കിടന്നുറങ്ങുമ്പോ അമ്മ വന്ന് പുതപ്പ് മാറ്റി ചന്തിക്ക് 4 പെട തരും. ആഹാ, ചന്തിക്കിട്ട് 4 തല്ലു കിട്ടുന്നതായിരിക്കും നല്ല സുഖമുള്ള കാര്യം. ഏറ്റവും സുഖം അതൊന്നുമല്ല. തല്ലു കിട്ടിയിട്ട് ഒരു കൂസലും ഇല്ലാതെ ഞാൻ കിടന്നുറങ്ങും. അച്ഛൻ വന്ന് എന്നെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തി ഒരു ബക്കറ്റ് വെള്ളം അങ്ങ് തലേ കൂടെ ഒഴിക്കും. ആഹാ, അപ്പൊ നിനക്ക് ഏറ്റവും സുഖമുള്ള കാര്യം അതാ? ഉറക്കത്തെ വിളിച്ചുണർത്തി തലക്കൂടെ വെള്ളം ഒഴിക്കുന്നത് ഏറ്റവും സുഖം അതൊന്നല്ല. അങ്ങനെ കുളിച്ച് മാറ്റി സ്കൂൾ യൂണിഫോം ഇട്ട് സൈക്കിളിൽ സ്കൂളിൽ പോകുന്ന വഴി ബസ് സ്റ്റോപ്പിൽ ഡുണ്ടുമോളെ കാണും. അങ്ങനെ ഡുണ്ടുമോളെ നോക്കി 2 കമന്റ് അടിക്കും. അപ്പൊ അവൾ ഇംഗ്ലീഷിൽ 4 തെറി പറയും. ഓ, അപ്പൊ ഇംഗ്ലീഷിൽ തെറി കേൾക്കുന്നതാണോ ഇത്രയും നല്ല സുഖം? തീർന്നില്ല. ആ തെറി കേട്ടിട്ടും ഞാൻ പോവാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ നാട്ടുകാരെന്നെ ഓടിക്കും. ഓടി കൃത്യസമയത്ത് സ്കൂളിലെത്തും. അങ്ങനെ കൃത്യസമയത്ത് സ്കൂളിലെത്തുമ്പോ എന്നെ സ്ഥിരം ഗെറ്റ് ഔട്ട് അടിക്കുന്ന ടീച്ചറേ വെരി ഗുഡ് ടിൻഡു മോൻ, കീപ് ഇറ്റ് അപ്പ് എന്ന് പറയും. അത് കേൾക്കുമ്പോ മനസ്സിലൊരു കുളിർമ. അപ്പൊ ടീച്ചറ് വെരി ഗുഡ് പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് ഏറ്റവും സുഖല്ലേ? ഏറ്റവും സുഖം അതൊന്നുമല്ല. അങ്ങനെ ക്ലാസ്സിലിരുന്ന് ഫസ്റ്റ് പീരീഡ് കഴിയാറാവുമ്പോ ത്രുടിക്കാൻ മുട്ടും. ടോയ്ലറ്റിൽ പോവാം ടീച്ചറോട് പെർമിഷൻ ചോദിക്കാൻ മടിച്ച് 2 കൈയും കാലിന്റെ ഇടയിൽ തിരികി ആ മൂത്രം അങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കും. അത് ശരി, മൂത്രം കൺട്രോൾ ചെയ്യുന്നതാണോ ഇത്രയും വലിയ സുഖം? മോനെ, അങ്ങനെ കൺട്രോൾ ചെയ്ത് സെക്കൻഡ് പീരീഡിന്റെ പകുതി വരെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിരിക്കും. അയ്യേ, ഇതാണോ ഏറ്റവും വലിയ സുഖം? അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പൊ പോകും എന്ന സ്ഥിതി എത്തുമ്പോ ഇന്റർവെൽ ടൈം വരെ കാത്തു നിൽക്കാതെ ബെഞ്ചിലിരുന്ന് ടൗസറിൽ തന്നെ അതങ്ങ് സാധിക്കും. ആഹാ, എന്റെ പൊന്നു മോനെ, ആ ഒരു സുഖണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സുഖം. എന്താ പ്രഭാകര വിശേഷം? ഞാൻ വന്നത് വിശേഷം പറയാനല്ല, 2 ചീത്ത പറയാനാ. നിങ്ങളുടെ മകന്റെ കരുനാക്ക് കാരണം എന്റെ മകന്റെ ഭാവി പോയില്ലേ. കരുനാക്കോ? ഭാവിയോ? എന്ത് വർത്തമാനാ നിങ്ങൾ ഈ പറയുന്നത്? ഭാവിയും വർത്താനവും അല്ല, നിങ്ങൾ ആ ഭൂതത്തെ ഇങ്ങോട്ട് വിളിക്ക് മകനെ. അവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എടാ ടിൻഡു,
ഇവിടെ വാടാ. എന്താ അച്ഛാ? അല്ല, ഇതാര് പ്രഭാകരൻ ചേട്ടനോ? ഇപ്പൊ കണ്ട കീരിക്കാടൻ നിൽക്കുന്നത് പോലെ ഉണ്ട്. എന്താ ഒരു പവറ്! അയ്യോ, ഈ കരുണാകരന്റെ അച്ഛന്റെ ബോധം കെടുത്തിയേ. അയ്യോ അയ്യോ, കണ്ടോ, ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ. ഇവൻ കരുനാക്ക് വളച്ച് എന്ത് പറഞ്ഞാലും പ്രശ്നമാ. പാടാ മോനെ, ഇനി ഇവിടെ നിന്നാ ശവമായി പോവും. എന്താ ടിൻഡു മോനെ ഇത്? അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ അച്ഛാ? അപ്പൊ പ്രഭാകരൻ തലചുറ്റി വീണതോ? അതൊക്കെ അയാളുടെ ഒരു അടവാ. ഞാൻ കരിനാക്കനും കരിങ്കണ്ടനും ഒന്നും അല്ലാന്ന് ഇപ്പൊ തെളിച്ചരാം. ദാ നമ്മുടെ വാഴ കൊലിച്ചിരിക്കുന്നത് കണ്ടോ അച്ഛാ? കണ്ടു. അടുത്ത ആഴ്ച വെട്ടാനുള്ള കുലയാ. ശരി, ഞാൻ ആ കുല നോക്കി എന്തെങ്കിലും ഒന്ന് പറയട്ടെ. അത് വേണോ? മൂപ്പെത്തിയ കുലയാ. അന്ധവിശ്വാസം തെളിയിക്കാനല്ലേ അച്ഛാ? ശരി, നീ എന്തെങ്കിലും ഒന്ന് പറയ്. എന്റെ അമ്മേ, ഇതെന്തൊരു കുലയാ! എടാ ദ്രോഹി, നീ അതും നശിപ്പിച്ചോ? കുരുത്തം കെട്ടവനെ. അപ്പൊ സംഗതി ഇല്ലതാണല്ലേ? മിണ്ടരുത്, നീ ഒരക്ഷരം മിണ്ടിപ്പോരുത് നീ. നമസ്കാരം. അല്ല, എന്താ ഇത്? ഇവന്റെ വായ എന്തിനാ ഇങ്ങനെ ടാപ്പിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും പറയണ്ട അമ്മാവ, ഇവന്റെ കരിനാക്ക് കൊണ്ട് പൊറുതിയില്ലാഞ്ഞിട്ടാ. ദാ, നല്ല കൊലയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. വാഴക്കൊല വെട്ടിയിട്ട പോലെയല്ലേ വീണത്. എങ്കിൽ ഇവനെ എനിക്ക് വേണം. ആ പലിശ കുമാരനെ ഒരു പാഠം പഠിപ്പിക്കാനാ. പലിശ വാങ്ങി 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 അവൻ എന്നെ വഴിയാധാരമാക്കി. ഇവനെ കൊണ്ടുപോയി അവനെ നോക്കി 2 നല്ല വാക്ക് പറയിപ്പിക്കണം. നീ വാടാ ടിൻഡു. ആ പലിശകുമാരൻ വരുന്നുണ്ട്. നീ അവനെ നോക്കി നല്ല വർത്താനം എന്തെങ്കിലും പറയും. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. ദാ അവിടെ ദൂരെ ഒരു മരം കണ്ടോ? അതിന്റെ ചുവട്ടില് ഒരു കലുങ്ക് കണ്ടോ? എവിടെ? എടാ ദാ അവിടെ. ആ കലുങ്കിന്റെ അരികിലൂടെ വെളുത്ത ഷർട്ടിട്ട് വരുന്ന ആളെ കണ്ടോ? അതാണ് കുമാരൻ. ഹോ, എന്റെ അമ്മാവന്റെ ഒരു കാഴ്ച ശക്തി! എന്താ പവറ്! അയ്യോ, എന്റെ കണ്ണു പോയേ. അയ്യോ.